മലപ്പുറം മാധവനാട് ക്വാറിയിലേക്ക് നിയന്ത്രണം വിട്ട് ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ മുസ്തഫയുടെ മൃതദേഹം പുറത്തെത്തിച്ചു. 7 മണിക്കൂറോളം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തത്. സ്വാലിഹ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സ്വാലിഹ്, ഇന്ന് വൈകുന്നേരം ഉണ്ടായ ഈ ഒരു അപകടം ഇപ്പോൾ ഇതാ ദാരുണമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മണിക്കൂറുകളെടുത്തു ഈ ഒരു ലോറി പുറത്തെത്തിക്കുവാൻ, അല്ലേ? സിന്ധൂരി, 2 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. മലയിൽ ഫുഡ് പ്രൊഡക്ട്സിന്റെ സെയിൽസ്മാനാണ് മരിച്ച മുസ്തഫ. മലപ്പുറം മേൽമുറി സ്വദേശിയാണ്. ഉച്ചയ്ക്ക് 1:30ഓടെയാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. നിയന്ത്രണം വിട്ട് റോഡ് സൈഡിലുള്ള പാറക്കുളത്തേക്ക് വീഴുകയായിരുന്നു. ഡ്രൈവർ ചെങ്ങോട്ടൂർ സ്വദേശിയായ ജാഫറിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. ഇയാൾക്ക് ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെയില്ല. ആ അപകടം നടന്ന ഏതാണ്ട് 6 മണിക്കൂറിന് ശേഷമാണ് ഈ വാഹനം പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞത്. അതിനകത്ത് ഉള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മുസ്തഫയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നാളെയാണ് മൃതദേഹം വിട്ടു നൽകുകയുള്ളൂ. ഈ അമിത വേഗത്തിലാണ് ഈ വാഹനം വന്നത്. ഇതിന്റെ ബ്രേക്ക് ഡൗൺ ആയതാണ് കാരണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇക്കാര്യത്തിലെല്ലാം വിശദമായ പരിശോധന ഉടനുണ്ടാവും. സിന്ധൂരി. ശരി സ്വാലിഹ്, 7 മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ലോറി കരയ്ക്കെത്തിച്ചത്. അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. മുസ്തഫയുടെ മൃതദേഹമാണ് പുറത്തെത്തിക്കുവാൻ സാധിച്ചത്. ഈ ലോറിയുടെ ഡ്രൈവർക്ക് നിസാര പരിക്കുകളോടെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചു. വിശദാംശങ്ങളാണ് സ്വാലിഹ് പങ്കുവച്ചത്.